ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ചോറ്റാനിക്കര മകൻതൊഴൽ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വില്ലുമംഗലം സ്വാമിക്ക് സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കരമ്മ ദർശനം നൽകിയ ദിവസമാണ് കുംഭമാസത്തിലെ മകം നാൾ. ഈ മകം നാളിൽ ചോറ്റാനിക്കര അമ്മയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തർക്കും ജീവിതത്തിലെ സർവ്വരോഗ ദുരിതങ്ങളും അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും കൈവരും എന്നാണ് വിശ്വാസവും അനുഭവവും. ചോറ്റാനിക്കര മകം തൊഴുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. പല ഭക്തജനങ്ങളും തലേ ദിവസം തന്നെ മകൻതൊഴൽ ദർശനത്തിനായി ക്ഷേത്ര നടപ്പന്തലിലെ ബാരക്കേഡുകളിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. ഈ ബാരക്കേഡിനുള്ളിൽ ദർശനത്തിനായി നിൽക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണങ്ങളും ശീതളപാനീയങ്ങളും ക്ഷേത്രം ദേവസ്വവും ഭരണസമിതിയും നൽകുന്നുണ്ട്. ക്ഷേത്ര ദർശന ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം ക്ഷേത്ര കോമ്പൗണ്ടിൽ ആംബുലൻസ് ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ള നിരവധി ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സേവനം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ മകൻതൊഴലിന് അനിയന്ത്രിതമായ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിനും ക്ഷേത്ര ദർശനം സുഗമമാക്കുന്നതിനും പോലീസ് ഉൾപ്പെടെ നിരവധി സന്നദ്ധ സേവാ സംഘടനകളും അവരുടെ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും നിരവധി പത്രദൃശ്യ മാധ്യമങ്ങളും ഉൾപ്പെടെ നാട്ടുകാരുടെ സഹകരണവും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ഇന്നാണ് ചരിത്ര പ്രസിദ്ധമായ മകൻതൊഴൽ. ക്ഷേത്ര ദർശനത്തിന് ശേഷം മകൻതൊഴൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടപ്പന്തലിലും വടക്കേ നടപ്പന്തലിലുമായിട്ടാണ് ഭക്തജനങ്ങളെ ദർശനത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് നടയിലൂടെയാണ് സ്ത്രീകൾക്കായി ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി പ്രത്യേക ദർശനക്രമവുമുണ്ട്. ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കുമായി പ്രത്യേകം ദർശന സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ വടക്കേ നടയിലെ ക്ഷേത്ര കോമ്പൗണ്ടിൽ 7 ആനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിക്കുന്നു.
ക്ഷേത്ര ചുറ്റമ്പലത്തിലേക്ക് കടക്കുന്ന ദേവി ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് ക്ഷേത്ര ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്നു. ശ്രീഭൂതബലിക്ക് ശേഷം ഏകദേശം ഉച്ചയോടെ ക്ഷേത്ര ചുറ്റമ്പലത്തിലെയും നടപ്പന്തലിലെയും എല്ലാ ഭക്തരെയും പൂർണ്ണമായും പുറത്തിറക്കിയ ശേഷം 4 നടയിലെയും ക്ഷേത്രമതിൽ വാതിലുകൾ അടയ്ക്കുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ചരിത്രപ്രസിദ്ധമായ മകം തൊഴലിനായി ക്ഷേത്രനട തുറക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നീ മന്ത്രധ്വനികൾ ക്ഷേത്രത്തിനു ചുറ്റിലും പരിസരങ്ങളിലുമായി പ്രതിധ്വനിക്കുന്നു. ഇപ്പോൾ മകം തൊഴലിന്റെ സമയം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം നടപ്പന്തലിലെ ബാരിക്കേഡുകൾ തുറന്ന് ഭക്തജനങ്ങളെ ചോറ്റാനിക്കര അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കയറ്റിവിടുന്നു. ഇതേ സമയം ആ ഭക്തരുടെ എല്ലാം മുഖത്തുണ്ടാകുന്ന ഭക്തി നിർഭരമായ സന്തോഷവും പുഞ്ചിരിയും നാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ നേരിൽ കാണുമ്പോൾ ഭക്തരുടെ കണ്ണുകളിലുണ്ടാകുന്ന ആ തിളക്കം, മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ അവർ അമ്മയെ കാണുന്നു. ഈ ഭക്തരെ ഒരിക്കലും ചോറ്റാനിക്കര അമ്മ കൈവെടിയുകയില്ല എന്ന വിശ്വാസവും അനുഭവവും ഉള്ളതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ചോറ്റാനിക്കര മകം നാളിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അമ്മയുടെ എത്ര പറഞ്ഞാലും നന്ദിയിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത്രയും അമ്മ എൻ്റെ കൂടെയാണ്. 24 വർഷമായിട്ട് മകം മുടങ്ങാതെ തൊഴുന്ന ഒരാളാണ് അമ്മ. എല്ലാ വർഷവും എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഇന്നലെ രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിയായപ്പോൾ ഞങ്ങൾ ഈ ക്യൂവിൽ വന്ന് നിന്നതാണ്. അമ്മേനെ തൊഴുത് പ്രാർത്ഥിച്ചു. അമ്മയുടെ ആറാട്ടൊക്കെ കൂടാൻ പറ്റി. ഞങ്ങൾ സന്തോഷത്തോടു കൂടിയേ ഇരിക്കണം. ആരും മകം തൊഴാണ്ടിരിക്കരുത്, എല്ലാവരും തൊഴണം. ഇതൊരു പ്രാവശ്യം തൊഴുതു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ തിരക്കി വരും. നമുക്ക് എത്ര തിരക്കാണെങ്കിലും ശരി, നമ്മൾ ഇവിടെ വന്ന് തൊഴുതല്ലേ നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. ഞാൻ തിരുവല്ല കൊടിയാടിയിൽ നിന്ന് വരുവാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന ആളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ഈ പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ കലണ്ടർ നോക്കിയപ്പോൾ മകം ചോറ്റാനിക്കര മകമൊന്ന് കണ്ടു. അപ്പം ഓർത്തെന്ന അമ്മയെ വന്നൊന്ന് കണ്ടു തൊഴണമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ അനിയത്തിയും കൂടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ വന്ന് എല്ലാവരുടെ സഹകരണവും ആ ഒരു എന്താ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വൈബ് തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് വന്നത്. ഇന്ന് ഞങ്ങൾ പോയി 2 അമ്പലങ്ങളിലും രാവിലെ പോയി തൊഴുതിട്ട് വന്ന്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എങ്ങും ആരുമില്ല.
ഞങ്ങൾ രാവിലെ വന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒറ്റ മനുഷ്യനില്ലായിരുന്നു. അപ്പോൾ ഓർത്ത് ആൾക്കാരൊന്നും ഇല്ലേന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന നേരം കൊണ്ട് പെട്ടെന്ന് ആൾക്കാരെല്ലാം വരികയും ഇത്ര ഇതാണെന്ന് സത്യം. എനിക്ക് ഇനിയിപ്പോൾ എല്ലാ വർഷവും വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ ചോറ്റാനിക്കരൾ ഈ മകൻ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്, ഉത്സവമാണ്. ആ മകത്തിന് പെണ്ണുങ്ങൾക്കാണ് ഭയങ്കര ഇതാണ്, നല്ലതാണ് കാര്യമാണ്. പെണ്ണുങ്ങൾക്കാണ് ആവശ്യം, നല്ലതാണ്. വിവാഹം കഴിക്കാത്ത ആൾക്കാർക്കും വിവാഹം കഴിച്ച ആൾക്കാർക്കും ഏറ്റവും വലിയ ഇതാണ് മകൻ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇതാണ് ഭഗവതിയുടെ ഏറ്റവും ഇതാണ്. മാസി മകൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മകം പൂരം. ഇതൊക്കെ ഭഗവതിയുടെ ഇതാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലും മകൻ തൊഴുന്നു, എല്ലാ കൊല്ലവും മകൻ തൊഴുന്നു. അതിൻ്റെ ഒരു ശക്തി എനിക്കുണ്ട്. കാരണം ഈ ഒരു വർഷം തൊഴുകാൻ വന്നില്ലെങ്കിലും ഈ ഒരു ദിവസം തൊഴുതാൽ അതിൻ്റെ ശക്തി അടുത്ത വർഷം വരെ എൻ്റെ മനസ്സിലും എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏത് അപകടങ്ങളിലും എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ചോറ്റാനിക്കര അമ്മയാണ്. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തൊഴിൽ കളഞ്ഞ് ഞാൻ അമ്മയെ ദർശിക്കാൻ വന്നേക്കുന്നത്. അതിന് എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചാലും ഞാനത് തൊഴുതേ പോകും. അതുപോലെ മറ്റുള്ള ഭക്തരും അങ്ങനെയാണ്. കിലോമീറ്ററുകൾ അകലെ തമിഴ്നാട്, ചെന്നൈ, ആന്ധ്ര, അന്യ ജില്ലകളിൽ നിന്നും ആളുകൾ 4 ദിവസം, 3 ദിവസം, 5 ദിവസം മുമ്പ് വരെ വന്ന് തമ്പടിച്ച് റൂമുകൾ എടുത്ത് ഇവിടെ അമ്മയെ കാണാൻ എത്തിയിരിക്കുകയാണ്. ഞാൻ 26 വർഷത്തിന് മുമ്പ് എനിക്കൊരു വയ്യാഴികയായിട്ട്, അതായത് എൻ്റെ കാല് രണ്ടും ചൊറിഞ്ഞു പൊട്ടി, അങ്ങനെ ഭയങ്കരമായ ഒരു മെൻ്റൽ പേഷ്യൻറ്റിൻ്റെ കൂട്ടാണ് ഞാൻ അമ്മയുടെ മുന്നിൽ 1 വർഷം ഭജന വരുന്നു. അതിൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും ഞാനും കൂടെ 1 വർഷത്തോളം അമ്മയുടെ മുന്നിൽ ഭജന വരുന്നു. അങ്ങനെ എൻ്റെ അസുഖങ്ങൾ മാറുകയും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരെ തള്ളിയതാണ്. അതായത് എനിക്ക് ഒത്തിരി മരുന്നുകളൊക്കെ തന്നിട്ട് അവിടെ നിന്നൊന്നും കുറവ് കിട്ടാതെ ലാസ്റ്റാണ് ചോറ്റാനിക്കര അമ്മയുടെ മുന്നിൽ അഭയം തേടുന്നത്. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് ആ 1 വർഷം ഇവിടെ ഭജന വരുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അനുഗ്രഹമായി. എൻ്റെ അസുഖങ്ങളും മാറി. എൻ്റെ വീട്ടിൽ ഇന്ന് അമ്പലമായി. ആ അമ്പലത്തിൽ നിന്ന് വന്ന ഭക്തജനങ്ങളാണ് ഞങ്ങളിന്ന് വണ്ടി വിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. 26 വർഷം കൊണ്ട് ഞാൻ അമ്മയുടെ ഭക്തയാണ്. ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭർത്താവായാലും എൻ്റെ മക്കളായാലും എൻ്റെ ബന്ധുക്കളായാലും എല്ലാവരും, അതായത് ഞങ്ങളുടെ പള്ളികുന്നം നാട്ടിലെല്ലാവർക്കും അമ്മയെ വിശ്വാസമാണ്. അതായത് സാധാരണ ഒരു അനുഗ്രഹമുള്ളിടത്ത് അയലത്തുകാരായാലും നാട്ടുകാരായാലും എല്ലാം എതിർപ്പാണ്. പക്ഷേ ഞങ്ങളുടെ വള്ളുകുന്നം നാട്ടിലെല്ലാവർക്കും എൻ്റെ ഈ അനുഗ്രഹത്തിന്, അതായത് എൻ്റെ അമ്മയുടെ ഈ ചൈതന്യത്തിൽ അവിടെ തന്നെ അമ്മ ഓരോ അത്ഭുതങ്ങൾ, അമ്മ ഈ വയ്യാഴികകളും മാറ്റുകയും ആപത്തുകളും ദുരിതങ്ങളും ഒക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും തന്നെ ലോകമെമ്പാടുമുള്ളവർ ഈ ഒരു, അതായത് ഒരേ അനുഭവങ്ങൾ കൊണ്ടാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം അമ്മ അത്രയ്ക്ക് എൻ്റെ ജീവനാണ്. എൻ്റെ മക്കൾക്കായാലും എല്ലാവർക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ 7-ാം മാസം വീതം അബോർഷനായി. എൻ്റെ മോന് കുഞ്ഞുങ്ങളില്ലാതെ വന്ന് ഇപ്പം എൻ്റെ മോന് ഒരു കുഞ്ഞുണ്ടായി. സാമ്പത്തികങ്ങൾ ഒത്തിരി മുടക്കിയെങ്കിൽ തന്നെ എൻ്റെ ഡോക്ടർമാർ പറഞ്ഞാൽ ഉണ്ടാവത്തില്ലെന്ന്. പക്ഷെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി അമ്മയുടെ ചൈതന്യം കൊണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പം എല്ലാവരും അമ്മയെ വിശ്വസിച്ച് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ നമിച്ച് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകണം. ഒത്തിരി നാളായിട്ട് വരുന്നുണ്ട്. അതിൻ്റെതായ ഗുണങ്ങളും സന്തോഷമൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. എനിക്കിവിടെ മകം തൊഴാൻ വന്നതിന് ശേഷം ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. ദേവി ചോറ്റാനിക്കര അമ്മ അത്രയ്ക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ്. ചോറ്റാനിക്കര അമ്മയുടെ മകൻ തൊഴലിന് മണിക്കൂറുകൾ നടപ്പന്തലിലെ ബാരിക്കേഡിനുള്ളിൽ കാത്തുനിന്ന് സഞ്ചരിച്ച് ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിലെത്തുമ്പോൾ ആ പുണ്യദർശനം നിമിഷങ്ങൾ മാത്രമാണ്. പല ഭക്തരും അമ്മയോട് പറയാൻ പലതും കരുതി വച്ചിട്ടുണ്ടാകും. എന്നാൽ ആ ദിവ്യ ചൈതന്യം കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും പറയാനാകാതെ നിന്നുപോകും. ചോറ്റാനിക്കരയുടെ മണ്ണിൽ ഭക്തജനങ്ങൾ കാലുകുത്തുന്ന സമയം മുതൽ തന്റെ ഭക്തരോടൊപ്പം ചോറ്റാനിക്കര അമ്മയും ഉണ്ട്. നിങ്ങളുടെ പരാതിയും പരിഭവങ്ങളും ആഗ്രഹങ്ങളും ആ അമ്മ അറിയുന്നുമുണ്ട്. എത്ര തൊഴുതാലും മതിവരാത്ത അമ്മയുടെ ഭക്തരും ഭക്തജന ലക്ഷങ്ങളെ തന്റെ മക്കളെപ്പോലെ ചേർത്ത് നിർത്തുന്ന അഭീഷ്ടവരദായിനിയായി മാറുന്ന ചോറ്റാനിക്കര അമ്മയും. അതാണ് ചോറ്റാനിക്കര മകൻ തൊഴൽ. വെയിലും മഴയും സഹിച്ച് നിരവധി ഭക്തജനങ്ങളാണ് വീണ്ടും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സന്ധ്യയാകും തോറും
ഭക്തജനത്തിരക്ക് കൂടുന്നു. എങ്കിലും എല്ലാ ഭക്തർക്കും ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മകം തൊഴലിന് എത്തുന്ന എല്ലാ ഭക്തരും തൊഴുതതിനു ശേഷം മാത്രമേ ചോറ്റാനിക്കര അമ്മയുടെ തിരുനട അടയ്ക്കാറുള്ളൂ എന്ന പ്രത്യേകതയും ഈ മകം തൊഴലിനുണ്ട്. വളരെ തൃപ്തിയായിട്ട് ഞാൻ തൊഴുതു. അത്രയും ഒരു അമ്മയെ കാണുന്ന സുഖം മകത്തിന് ഞാൻ എല്ലാ ആഴ്ചയിലും വരുന്ന ഒരാളാണ്. പക്ഷെ മകത്തിന് കാണുന്ന അമ്മയെ കാണുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന ഒരു സമയമാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ എല്ലാ വർഷവും മകം തൊഴാൻ വരാറുണ്ട് ഇവിടെ. ഓരോ വർഷവും കുറെ കൂടെ നല്ല ഇതിലാണ് ഭംഗി. ഇപ്രാവശ്യം ഭയങ്കര ഭംഗിയിൽ അമ്മയെ ഒരുക്കിയിരിക്കുന്നത്. ഓരോ വർഷവും വളരെ വളരെ ഭംഗിയായി വന്നുകൊണ്ടിരിക്കുന്നു. പുണ്യദിനമാണ്. ഈ രണ്ട് മണിക്ക് മുതൽ 9 മണി വരെ കിട്ടുന്ന ഇവിടെ നിന്ന് ഏത് പരിസരത്ത് നിന്ന് എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കും എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിക്കും അതെന്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സമയം എന്ത് പറഞ്ഞാലും അമ്മ അതുപോലെ തന്നെ കേട്ട് നമ്മളെ പ്രസാദിക്കും എന്നാണ് കേട്ടിരിക്കുന്നത് ഞാൻ. അതാണ് എല്ലാവരോടും പറഞ്ഞത്. അതാണ് ഇത്രയും വലിയ തിരക്കും ഇത്രയും വലിയ ആളുകളും വരുന്നത് ഇവിടെ ഈ ഒരു ദിവസത്തില്. മകം തൊഴിൽ എപ്പോഴും ദേവീനെ കാണാൻ വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ വെച്ചായിരുന്നു എന്റെ മാരേജ് ഒക്കെ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു. അമ്മയുടെ ഒരു അനുഗ്രഹം കണ്ടിട്ടാണ് വിവാഹം നടന്നത്. മംഗല്യം നടക്കാത്ത സ്ത്രീകള് തൊഴുവാണെന്നുണ്ടെങ്കിൽ മംഗല്യം പെട്ടെന്ന് നടക്കുമെന്നുള്ള ഒരു ഇത് അങ്ങനെയുണ്ട്, വിശ്വാസമുണ്ട്. അപ്പൊ കുട്ടികളുടെ കൂടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട്. ചോറ്റാനിക്കര അമ്മയെ ദർശനം ചെയ്ത് കീഴ്ക്കാവിലെത്തി കീഴ്ക്കാവിലമ്മയെയും തൊഴുത് പ്രസാദവും വാങ്ങുമ്പോൾ മകം തൊഴൽ പൂർണ്ണമാകുന്നു. ചരിത്രപ്രസിദ്ധമായ ഈ മകന്നാളിൽ സർവാഭരണ വിഭൂഷിതയായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ചോറ്റാനിക്കര അമ്മയെ ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു. ഇനിയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി പുറത്ത് കാത്തു നിൽക്കുന്നത്. ചോറ്റാനിക്കര അമ്മയുടെയും കീഴ്ക്കാവിൽ അമ്മയുടെയും മറ്റുപദേവതകളുടെയും സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി